ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എത്ര ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായക്ക് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കൈ കൊണ്ടല്ലേ ഫോൺ പിടിക്കണത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പത്തിരിക്ക് പാവ് വാട്ടി കുഴച്ചു, ഇനി അത് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പത്തിരി ആക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സ്കൂൾ മദ്രസയ്ക്ക് അല്ലെങ്കിൽ പിന്നെ അവർ വൈകിട്ടല്ലേ എണീക്കുള്ളൂ. അപ്പോൾ അതിന് സാവധാനം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വിചാരിക്കും. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്രസ് എടുത്തിട്ട് ഒക്കെ പരത്തി വെച്ചു. നമ്മൾ രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഒരാൾ ഒരു പണി ചെയ്യുമ്പോൾ മറ്റേ ചെയ്യാം. ഒറ്റയ്ക്കുള്ളവർക്ക് പിന്നെ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ ആദ്യം പ്രസ്സിൽ അമർത്തി വെച്ചു. പിന്നെ ഞാനൊക്കെ കുഴൽ കൊണ്ട് പരത്തി കൊടുത്തു. ഞാൻ ഈ സ്ലാബിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ പരത്തുക. എനിക്കിപ്പോൾ അങ്ങനെ പരത്തി ശീലമായി. അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് പരത്തി വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ചുടാൻ പോകുന്നത്. അടുപ്പിലാണ് കേട്ടോ ചുടുന്നത്, പൊറാട്ട കല്ലിൽ. ഇതിലാകുമ്പോൾ 3 എണ്ണമൊക്കെ ഒപ്പിട്ടിട്ട് നമുക്ക് വേഗം ചുട്ടെടുക്കാമല്ലോ. ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഓരോന്ന് ചുട്ടെടുക്കാം. വിറകുണ്ടെങ്കിൽ അടുപ്പിൽ ചെയ്യണത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ ഞാനിതിങ്ങനെ ഇട്ടാൽ വേഗം മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. 2 പുറം ഒരുപോലെ വേവിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോ കുറേ ആൾക്കാർ അടുത്തെത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോകൾക്കൊക്കെ ലൈക്ക് കുറവാണ്. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് അതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റക്കാണ്, അടുപ്പിലാവുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പരത്തലും ചുടൽ വേറെ സ്ഥലത്തും ആവുകൊണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചുടാൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പൊടിയൊക്കെ കൂട്ടി പരത്തുന്നതുകൊണ്ട് പലകപ്പൊടിയൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചട്ടി തുടച്ചു കൊടുക്കണം. അങ്ങനെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ പീസ് കറിയാണ്. പത്തിരി ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ ഒന്നും കൂടി അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം കൂടിയൊക്കെ പൊള്ളച്ച് കിട്ടുമല്ലോ. അങ്ങനെ പത്തിരിയൊക്കെ റെഡിയായി, കറി റെഡിയായി. ഗ്രീൻ പീസ് കറിയാണ് വെച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിലുള്ള റോസാപ്പൂക്കൾ കണ്ടില്ലേ, എനിക്കൊരു ബൊക്കേന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വാടുന്നതിന് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നാലും വേടൊക്കെ ചെയ്യും, 2 ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അടുപ്പിൻ്റെ 4 പുറമൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. മഴക്കാലം അതുകൊണ്ട് വിറക് ഉണങ്ങി കിട്ടാനിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കത്തുമ്പോൾ 4 പുറമുള്ള വിറകുകളൊക്കെ ചൂടാവുമല്ലോ. പിന്നെ നമ്മൾ അടുപ്പത്തെ പണി കഴിഞ്ഞാൽ അടുപ്പിൻ്റെ മുകളിലൊക്കെ വിറകൊക്കെ കയറ്റി വെക്കും ചെയ്യും. മട്ടരിയാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു പിടി അരിക്ക് ഒരു അരപ്പിടി നെല്ല്, ആ ഒരു കണക്കിലാണ് ഇപ്രാവശ്യം അരി കിട്ടിയത്. അപ്പോൾ അതൊക്കെ പെറുക്കി ഉണ്ടാക്കാൻ നിൽക്കണം. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലേ ഓർമ്മയുണ്ടാവുള്ളൂ നെല്ലുണ്ടല്ലോ അത് കളയണമല്ലോ എന്ന്. അപ്പോൾ പിന്നെ നനഞ്ഞിരുന്ന് ഇങ്ങനെ നെല്ലിനെ പെറുക്കിയെടുത്ത് കളയലാണ്. അപ്പം ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി ക്ലീനിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ 2 റൂമിൽ അവർ സാധനങ്ങൾ പരത്തിയിട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ കളി, പിന്നെ മഴക്കാലം ആവുകൊണ്ട് പുറത്തൊന്നും എനിക്ക് അയൽ കെട്ട സ്ഥലമല്ല. അപ്പം ആ ഈ ഒരു റൂമിൽ ഞങ്ങൾ കിടക്കില്ല. ഞങ്ങളെല്ലാവരും അപ്പുറത്തെ റൂമിലാണ് കിടക്കുക. അപ്പോൾ ഈ റൂമിൽ അങ്ങനെ അയലൊക്കെ കെട്ടിയിട്ടിട്ട് തുണികൾ വിരിച്ചിട്ടുണ്ടാവും. പിന്നെ അത് മറ്റേ റൂമാണ് കേട്ടോ. അതും കണക്ക് തന്നെയാണ്. രാവിലെ അവരെ കളി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. ഫോൺ വെക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ഒരു ബുക്കിൽ ചാരി വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് കിട്ടുമോ എന്നൊക്കെ അറിയില്ല. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ അടുക്കി വെച്ച്, തണുപ്പല്ലേ അപ്പോൾ ബ്ലാങ്കറ്റും എടുത്തു. ഞങ്ങൾ ബ്ലാങ്കറ്റ് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പ്രാവശ്യം അങ്ങനെ നല്ല മഴ നിൽക്കാതെ പെയ്യുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു റൂമിൽ മൂത്താളും മറ്റേ റൂമിൽ ചെറിയ ആളുമാണ് കേട്ടോ മേശയിൽ ബുക്സൊക്കെ വെക്കുന്നത്. 2 ആൾക്കും ഒന്നിൽ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. അവരതിൻ്റെ ഇടയ്ക്ക് ക്ലീനാക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി നടക്കില്ല, അവരുടെ പണി നടക്കില്ല. അങ്ങനെ മേശയൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇത് കണ്ടില്ലേ, ഓരോ കാർഡുകൾ ഓരോ ടൈമിൽ ഓരോ ഭ്രാന്താണ്. കാർഡ് വേണം കളിക്കാൻ പറഞ്ഞിട്ട് കടയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ എൻ്റെ ഡെയിലി യൂസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അലമാരയിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. കബോർഡുകൾക്ക് അടപ്പില്ലാത്തതുകൊണ്ട് അതിനെ പുറത്ത് വെക്കലില്ല. പിന്നെ ഈ അലമാര അറിയണത് എൻ്റെ കല്യാണത്തിൻ്റെ അലമാരയാണ് കേട്ടോ. 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ ഇതിങ്ങനെ സാധനങ്ങൾ ഇതിൻ്റെ ഈ കുപ്പിയിലാണ് കേട്ടോ ഞാൻ ചാർജറുകളും വയറുകളും അങ്ങനെ കെട്ടേക്കുക. പിന്നെ ഒരുവിധം മരുന്നുകളുണ്ടാവും, അവർ സ്കെച്ചും സാധനങ്ങളും
ക്രയോൺസൊക്കെ നുറുക്കി നുറുക്കി വിട്ടിട്ടുണ്ടാവും. അതൊക്കെ പെറുക്കി ഒരു പാത്രത്തിലിട്ടേക്കും. ഈ കൊട്ടയിൽ ഞാൻ ബെൽറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ പോയി മറ്റേ റൂമും ശരിയാക്കി കൊടുത്തു. നല്ല കളിയിലാണ്. ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ്. കറക്റ്റ് ടൈം ടേബിൾ ഒരു നൂല് കെട്ടിയിട്ട് കഴുത്ത് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ റൂമൊന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ജനലിൻ്റെ കറക്റ്റല്ല, ബെഡ്ഷീറ്റ് വലിച്ച് കെട്ടിയതാണ്. പിന്നെ ഈ താഴത്തിരിക്കണതൊക്കെ ഇക്കാൻ്റെ പണി സാധനങ്ങളാണ്. അങ്ങനെ മീൻ വന്നിട്ട് ഞാൻ മീൻ വാങ്ങാൻ പോയിട്ടോ. അപ്പോൾ എനിക്ക് റിച്ചുമാണ് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ എന്താ മീൻ ചോദിച്ചപ്പോൾ മാന്തളാണ്. അപ്പോൾ നല്ല വില ഉണ്ട്. അപ്പോൾ ഞാനും അയാളും കൂടി അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വിലക്ക് വാങ്ങി ഇനിയിപ്പോൾ ചീത്ത അറിയുമെന്ന് അറിയുന്നോ. എനിക്ക് വേറെ ഒന്നും കറി വെക്കാനും കിട്ടിയതുമില്ല കേട്ടോ. അപ്പം എനിക്കൊന്ന് കിട്ടിയതാണെങ്കിൽ മാന്തളും. അവനക്ക് ചീത്ത അറിയുമെന്നാവോ വില കൂടിയിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറയാണ് ഒരു ചീത്തയും പറയില്ല, അടിപൊളിയായിട്ടാണ് വെച്ചു കൊടുത്താൽ മതി ആണുങ്ങൾക്ക്, അങ്ങനെ ഒരു ചീത്തയും പറയില്ല. അപ്പോൾ റിച്ച് വീഡിയോ എടുക്കണം. അപ്പോൾ റിച്ചും അയാൾ നടക്കുന്തോറും അവനും ക്യാമറ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ സംസാരിച്ചും കൊണ്ടൊക്കെ ഇരുന്ന് അയാൾ കടയിലത്തെ കാര്യമൊക്കെ ചോദിച്ച് കച്ചവടമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ. പരിചയമുള്ള ആളാണ്. ഇത് മീൻ അധികമൊക്കെ തരും. അങ്ങനെ മീനൊക്കെ വാങ്ങി വീട്ടിൽ കയറിയിട്ടോ. മഴ പെയ്തിട്ടുണ്ട്, മുറ്റൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മാന്തളാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിത് പൊരിക്കല്ല ചെയ്യുക, കറി വെക്കാൻ എന്താ ചെയ്യുക. അതിൻ്റെ തലയൊക്കെ ഇട്ടിട്ടൊന്ന് കറി വെക്കാച്ചിട്ട് നോക്കുമ്പോഴാണ് അയാൾ വേറെ 2 മീനും കൂടി ഇട്ടുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലുതിൻ്റെ തലയൊക്കെ വെട്ടിയെടുത്തിട്ട് കറിയിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ മാന്തൾ പൊരിച്ചെടുത്തു. ഇക്കാക്കാണെങ്കിൽ മീൻ വലുതാണെങ്കിലും അത് അങ്ങനെ പൊരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മീനിൻ്റെ തലയും മറ്റേ 2 മീനൊക്കെ ഇട്ടിട്ട് കറി വെച്ചു. ഇവിടെ 2 ആൾക്കാർ നല്ല പണിയിലാണ്. അവർക്ക് മീൻ കറി മീൻ പൊരിച്ചതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞു മീൻ പൊരിച്ചത് കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഉള്ളി നുറുക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇക്ക ആദ്യം വന്ന് ഇക്കാക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ അവർ ഉള്ളിയൊക്കെ നുറുക്കി ശരിയാക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം പൊരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ പപ്പടം മീൻ കറിയൊക്കെ ഞാൻ നിർബന്ധിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. അതിൽ ഉള്ളിയും തക്കാളിയും ഒന്നും പെടാൻ പാടില്ല. അതിൻ്റെ ആ നീര് മാത്രം ഒഴിച്ചിട്ടാണ് ചോറുന്നത്. അങ്ങനെ എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ മുകൾക്ക് കയറി തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേശം വെയിൽ കാണുമ്പോൾ ഇതൊന്നും ഉണക്കിയെടുക്കണമല്ലോ. 4 പുറം തൊട്ട് ആ സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിൽ തന്നെ ഇട്ട് ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ റൂമിലിടണം. അപ്പോൾ മുകളിൽ ചെറിയൊരു പച്ചക്കറി കൃഷി ഉണ്ട് കേട്ടോ. പിന്നെ മുളകൊക്കെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തയ്യാണ്, എന്നാലും അത് പൂവിട്ടു. പിന്നെ വഴുതനയും പൂവിട്ടിട്ടുണ്ട്. വഴുതന പിന്നെ ആദ്യം തന്നെ പൂവിട്ടാലൊന്നും കായ്ക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പോയി നോക്കുമ്പോൾ പയർ വെച്ചായിരുന്നു കേട്ടോ. 2-3 കവറിൽ പയർ വെച്ചായിരുന്നു. ഒന്ന് മാത്രം വലുതായിട്ട് കാണാണ്ട്. ഇതൊക്കെ ഇപ്പോൾ മേലേക്ക് കയറിയിട്ടോ, അയലമ്മക്ക് കയറി. ഇതിനാദ്യം വേറൊരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വന്നു അതിൻ്റെ ഒപ്പം വെച്ച പയർ ചെടി വലുതായി കാണാമല്ലോ. നോക്കുമ്പോഴാണ് അതുമൊരാശാനം. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനത്തെ ഒരു പുഴുവിനെ. ഞാൻ പോയിട്ട് ഒരു കോലൊക്കെ തപ്പിക്കൊടുന്ന് ഈ പുഴു തട്ടിയാലൊന്നും വീണില്ല. അത്രയും അള്ളി പിടിച്ചിരിക്കണ ഒരു പുഴു. അത് തിന്നിട്ടാണ് ഈ പയർ വലുതാവാത്തത്. എത്ര ശ്രമിച്ചിട്ടും അത് വീഴണില്ല കേട്ടോ. ഇതാണ് ആ സാധനം. കാണുമ്പോൾ തന്നെ ചൊറി വരും. ഇതൊക്കെ ശരീരത്തിലൊന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ. അതിൻ്റെ ഇടയിൽ വീണ്ടും മഴ ചാറിയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ തുണികളൊക്കെ എടുത്തു. എൻ്റെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ ബാക്കിയുള്ള മണലും വിറകുകളും. അങ്ങനെ വിറകുകൾക്കൊന്നും ഷീറ്റൊന്നും ഇല്ല ഇടാൻ. അപ്പോൾ പിന്നെ വെയിൽ വന്നപ്പോൾ പിന്നെ ഇട്ടു. നല്ല മഴക്കാരൊക്കെ കാണാണ്ട്. എന്നാലിപ്പോൾ ഇതിങ്ങനെ പപ്പടം ഉണക്കിയെടുക്കണ പോലെ ഉണക്കിയെടുത്തല്ലേ പറ്റും. പിന്നെ വൈകുന്നേരത്തെ ഞങ്ങൾ ഇലടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കിട്ടും. ഇത്രയാണ് നമ്മുടെ വിശേഷം ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഇലടയൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് എത്തിക്കും.